എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് ഞങ്ങളപ്പോ പോവുകയാന്ന് വെച്ചാല് അങ്ങനെ അടിച്ചു പൊളിച്ച് തിമിർക്കാൻ വേണ്ടിട്ട് ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് അങ്ങനെ പോവാണ്. ട്രിപ്പുകൾ എപ്പോഴും ഉണ്ട്, കൂടെ വരുന്ന ആൾക്കാർ മാത്രം മറന്നുള്ളൂ. അതെ അതെ, അത് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കാണുന്നതായിരിക്കും. ഇത് നമുക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇന്ന് നമ്മുടെ കൂട്ടുകാരന്റെ പിറന്നാളാണ്. അച്ഛനേലും ഒന്ന് പോടി. അപ്പൊ ഞങ്ങള് അധികം ദീർഘി വലിപ്പിക്കണമൊന്നുമില്ല, കാരണം അല്ല ഞങ്ങൾ ഇറങ്ങാനുള്ള സമയം 10 മണി പറഞ്ഞു, 11 മണി പറഞ്ഞു, 12 മണി കഴിഞ്ഞല്ലോ. അച്ഛന്റെ പിറന്നാളായിട്ട് ആച്ച കൊടുത്ത് ഓർമ്മില്ലേ? ഞങ്ങൾ മൂന്നാർ പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളോട് നിൽക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങള് അല്ലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യത്തെ അച്ഛൻ്റെ പിറന്നാൾ നമുക്ക് മൂന്നാറിൽ വെച്ചാക്കാമെന്ന് വിചാരിച്ചു. അച്ഛനറിയില്ല നമ്മൾ മൂന്നാറിൽ ചെല്ലുമ്പോൾ അച്ഛന് വേണ്ടി ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു മൂന്നാർ ട്രിപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ ചന്ദനമൊക്കെ തൊടിയിച്ചിട്ട് പിള്ളേരെ അണിയിച്ചൊരുക്കിയിട്ട് ഇറക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പം എല്ലാവരും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആയിരിക്കും കുറച്ചും കൂടെ എക്സൈറ്റഡും ത്രില്ലും ആയിരിക്കാം. നമുക്കിങ്ങനെ ഞങ്ങൾക്ക് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അടുത്ത് തന്നെ കുറച്ചധികം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ല. അമ്മ ഇപ്പോൾ ചീത്ത പറയണത് ഞാനെടുത്ത് വെച്ചിരുന്ന പെട്ടിയിൽ നിറച്ച് പൊടി ഞാൻ കുറേ തട്ടിയായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ രാവിലെ വെളുപ്പിന് എണീറ്റിട്ട് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതായത് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ പോത്തും കുട്ടികൾക്ക് വേണ്ട പുല്ലൊക്കെ കഴിഞ്ഞ ദിവസം 2 ദിവസത്തേക്കുള്ള ഫുൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പറമ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും 2 ഡേയ്സിന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പം അച്ഛനായാലും അമ്മയ്ക്കായാലും എനിക്ക് അമ്മനേക്കാൾ കൂടുതൽ അച്ഛനാണ് കുറച്ചും കൂടി ടെൻഷൻ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട അത് ഇതൊക്കെ. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ സെറ്റാക്കിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാറിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ബസ്സിലുള്ള ഒരു യാത്രയാണല്ലോ, അപ്പോൾ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ അങ്ങനെ പറ്റത്തില്ല. മാത്രമല്ല പിന്നെ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ എല്ലാവർക്കും ടാറ്റ പറയാനത്തെ പോത്തിനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ. കാരണം വീട്ടിൽ ഏറ്റവും കൂടുതൽ പോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ അച്ഛനാണ്. അപ്പോൾ അച്ഛന് അതിൻ്റെ ഓരോ ഇണക്കങ്ങളും മനസ്സിലാവും. അതുകൊണ്ട് കുറേ ടെൻഷനൊക്കെയാണ്. നോക്കിയിട്ട് പാട് ഡി എന്താ പറ്റി ഇവിടെ? കടിക്കട്ടെ അമ്മ, കടിക്കട്ടെ. അവിടെ നോക്കട്ടെ. അപ്പുറത്ത് പറയുന്നില്ല ചോഞ്ഞെന്റെ മോന്റെ കവരത്ത് അമ്മ കടിച്ചിട്ട് ചോഞ്ഞ. ആദ്യം തന്നെ അതെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛനൊരു ലഡ്ഡു മേടിച്ച് തരൂ. എനിക്ക് കാറി കയറി അപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് കുറിച്ചുകൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ നിഖിൽ എന്നോട് പറഞ്ഞു ചേച്ചി വെറുതെ ലഡ്ഡൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കണ്ട, മത്തടിക്കുന്നത്. പക്ഷേ ഞാനത് കേട്ടില്ല, കാരണം ഞാൻ എന്തെങ്കിലും മിഠായി ഐറ്റംസൊക്കെ ഇങ്ങനെ വായിലിടും. അപ്പോൾ ആ ഒരു ഇതിലിട്ടാണ്. പക്ഷെ ശരിക്കും എനിക്ക് തലയ്ക്ക് മൊത്തം പിടിച്ചായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്വീറ്റ്സിനോട് കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ അല്ലൂസിനാണ് കേട്ടോ. അല്ലു ബാക്കിയുള്ള ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും ഈ ലഡു, കേക്ക്, ആ ഐറ്റമൊക്കെ നന്നായിട്ട് കഴിച്ചോളവൻ. അപ്പം പിന്നെ ഇവന്മാരാണെങ്കിൽ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും. ഞാനും ഗീതമായിരിക്കും എപ്പോഴും ഇരിക്കുക. അങ്ങനെ നമ്മളിത് അവിടെ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കായാലും കഴിച്ചുകൊണ്ടും കുറിച്ചുകൊണ്ടിരിക്കാമല്ലോ, ആ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചും നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനും പിള്ളേർ നല്ല ഉറക്കമായി. പിള്ളേർ കണ്ടോ അച്ഛൻ്റെ മടിയിൽ കിടന്നിട്ട് നല്ല ഉറക്കമായി. ബാക്കിലാണെങ്കിൽ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഉറക്കം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് നല്ല റിലാക്സ് ആയിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ഇപ്പോൾ അച്ഛൻ നോക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ കട ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ റോഡ് പണി നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ കട അവിടെ സൈഡിൽ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനിപ്പോഴും ഭയങ്കര വിഷമമാണ്. ഇവിടെയാണ് നമ്മുടെ കട ഉണ്ടായിരുന്നത്. റോഡ് പണി ഇപ്പോഴും
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛനെ കൊണ്ട് ഇത്ര പൊടിയിൽ നമുക്ക് നിർത്തിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് കട അടച്ചിട്ടിരിക്കുക, ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ കണ്ടപ്പോൾ സങ്കടം തോന്നി. കാരണം എന്തോരം നമ്മൾ കടയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ആ കടയായിട്ട് ജീവിച്ചൊരു ആളെ നിലയ്ക്ക് കടനോട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവൻ ഹോട്ടൽ, ഇത് നമ്മുടെ ഏട്ടൻ ആദ്യം ഷോപ്പ് ഉണ്ടായിരുന്ന സ്ഥലത്തുള്ളതാണ്. സ്ഥിരം ഇവിടുത്തെ കസ്റ്റമറാണ് ഏട്ടൻ. ഇവിടെ നിന്നാണ് ഏട്ടൻ ഭക്ഷണം കഴിക്കാറുള്ളത്. നോർമൽ ചോറും കൂട്ടാനും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഏട്ടൻ പണ്ട് പരിചയമുള്ള ചേച്ചിമാരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചേച്ചിമാരാണ് ഫുഡൊക്കെ വെക്കുന്നത്, വിളമ്പണം. ഇവിടെ ഫിഷ് ഫ്രൈയുടെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കക്കറച്ചി മേടിച്ചു, നിഖില് വേറെ എന്തോ ഒരു കുഞ്ഞുമീൻ എന്തോ ഐറ്റംസ് മേടിച്ചു. കാശിക്കുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ, എണീറ്റിട്ടുണ്ടായില്ല. ബാക്കിയുള്ളവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാശി നല്ല ഉറക്കമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കാശി ഇപ്പം 3 നേരമായാലും അവൻ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അവൻ കഴിക്കാണ്ടായപ്പോൾ ടെൻഷനായിരുന്നേ. ഞങ്ങളങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ മിച്ചർ മിഠായി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മേടിച്ചു. പിന്നെ കപ്പലിൻ്റെ മിഠായി അതൊരു ബോക്സ് മേടിച്ചു. കാശിക്കൂട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേന്ത്രപ്പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോണതിൻ്റെ ഇടയിൽ നല്ല നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുക, ഒരു ദിവസം ഭയങ്കര റിലാക്സ് ആയിട്ട് നിൽക്കുക, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ കാറിൻ്റെ മേലെ കൂടെയൊക്കെയാണ് കേസ് നടക്കുന്നത്. പക്ഷെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് ചോദിച്ചപ്പോൾ അവിടേക്കൊന്നും ഇങ്ങനെ കുരങ്ങന്മാർ കടക്കില്ല എന്നാണ് പറയട്ടെ. അവർക്ക് നല്ലത് കിട്ടുമായിരിക്കും. പക്ഷേ അതിന് ചുറ്റും നിറച്ച് കുരങ്ങന്മാരാണ്. കുട്ടികളൊക്കെ വന്നിട്ട് പുറത്ത് നിർത്താനായിട്ട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ പുറത്ത് നമ്മൾ പോവാത്തതുകൊണ്ട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്തിയായിരുന്നു. നമുക്കൊരു റിസോർട്ടിൽ പോവുക, നമ്മൾ ഫാമിലിയായിട്ട് അവിടെ ഒരു ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ഫുൾ പണിയിലാണ്, ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. 1 മണിക്കൂർ കൂടെ മതിയാവില്ല ഏട്ടാ? അത് മതി. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറും പോയാ മൂന്നാർക്ക് പോണ വഴി ഇതുപോലെ കുറേ വ്യൂ ഉണ്ട്. ഞാൻ എല്ലാ വ്യൂ എടുത്തു വെച്ചു. പക്ഷെ എല്ലാ വ്യൂവും നിങ്ങൾക്ക് ഇതിടുമ്പോൾ നിങ്ങൾ കാണത്തില്ല, സ്കിപ്പ് ചെയ്ത് പോകും. കാരണം നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഒരിക്കലും നമുക്ക് വീഡിയോയിൽ പകർത്തിയാൽ കിട്ടില്ല. സോ പക്ഷെ എല്ലാതും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു. എല്ലാ മക്കളും നല്ല ഉറക്കമാണ്, നല്ല ഉറക്കത്തിലാണ് അവരും. പിന്നെ ഇവിടെ റോഡ് പോണ വേയൊക്കെ ഇങ്ങനെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ കാണുന്ന കുറേ കൊക്കയാണ് തൊട്ടപ്പുറത്ത്. അപ്പോൾ കുറേ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ പോവും. അതായത് ഈശ്വര ഈ വളവിലകാരം വീഴോ, നമുക്ക് എക്സ്പീരിയൻസും ഇല്ലല്ലോ ഓടിച്ചിട്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാലം കാണാൻ പറ്റും. നമ്മൾ ഈ ഏറ്റവും മേലെ കൂടിയാണ് നമ്മൾ താഴത്തേക്ക് വന്ന് പിന്നെ ആ ബ്രിഡ്ജിൽ കൂടെ പോയി അങ്ങനെയൊക്കെയാണ് കണ്ടത്. നല്ല ഇതൊന്നല്ല ശരിക്കും മൂന്നാർ കേട്ടോ. മൂന്നാറിലേക്ക് എത്തുന്ന വഴിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. മൂന്നാർ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, മൂന്നാറുള്ള ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ഇരുമ്പ് പാലം എത്തിയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും മനസ്സിലായി. ഇടുക്കി ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു. ചൂടിന്റെ ഒരു ശക്തി കുറഞ്ഞ തണവായി തുടങ്ങി. തണുപ്പ്, അതായത് നമ്മുടെ കാറിന്റെ ഉള്ളില് ഇത്ര നേരം വേറൊരു കുളിർമ. അതായത് ഇപ്പൊ എസിലിട്ട് ഇത്ര നേരം വന്നിട്ട് ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും നല്ല സുഖമുണ്ട് ക്ലൈമറ്റ്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു മഴച്ചാറലുണ്ട്. ഇനിയിപ്പോ നമുക്ക് എത്ര നേരം വേണമെന്ന് അറിയില്ല. പിള്ളേരിപ്പടകളൊക്കെ ഉറങ്ങാതെ കാശുപത്രി കുത്തിപ്പോക്കി എനിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ചേട്ടാ. പിന്നെ എന്താണ് നമ്മളിപ്പോ എനിക്ക് അവിടേക്ക് നമ്മൾക്ക് എത്ര നേരം കൂടെ മൂന്നാർ എത്തിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു തീരത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. അതിന് മുമ്പ് നല്ലൊരു ചായ കുടിക്കണം. ചായയും എന്തെങ്കിലും ഒന്ന് കുറുകിയും കഴിക്കണം. നോക്കട്ടെ കട എത്തുമോ നോക്കട്ടെ. ചായക്കട അന്വേഷിച്ച് നല്ല അടിപൊളി ചായക്കടയിലാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും ചായക്കടയുടെ പുറമേ ഉള്ള ഭംഗി നോക്കിയിട്ടാണ് കയറാറ്. ചായക്കട മാത്രമല്ല റെസ്റ്റോറൻറ്റിൻ്റെ ആയാലും. പക്ഷേ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏറ്റവും ചെറിയ ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾക്ക് പതിവ്. നോക്കി എന്നിട്ടാണ് ഈ ഒരു കട നമുക്ക് കിട്ടിയത്. ഇത് മണൽപ്പടി ആ ഒരു ടേണിങ് അല്ലത് മതിയാണ് കേട്ടോ.
അത്യാവശ്യം കടികളൊക്കെ നിറച്ച് വെച്ച് ഫില്ല് ചെയ്ത് അട്രാക്റ്റീവ് പാറുണ്ട വയറുവരൊക്കെ മാറിയാ ഭയങ്കര വയറുവേദനയ്ക്ക് നമ്മുടെ ചായ കുടിക്കട്ടെ. കാശ് കൂട്ടുന്ന ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കൊടുക്കട്ടെ. മുട്ട ബജ്ജി എനിക്ക് സവാള വളവല്. ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോഴാണ് ഇവിടെ ഒരു സബ്സ്ക്രൈബർ കുട്ടീനെ നമ്മൾ കണ്ടതേ. നമ്മളെ കണ്ട വശം തന്നെ ഓടി വന്ന് ഒരുപാട് സംസാരിച്ചു. പേര് ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ ഈ ഒരു കടയുടെ തൊട്ടപ്പുറത്തായിരുന്നു. തൊട്ടപ്പുറത്ത് കുറച്ച് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. നമ്മളെ ഒരുപാട് പരിചയമുള്ള പോലെ കുട്ടി സംസാരിച്ചു. നമ്മളെ കണ്ട് അങ്ങനെ സംസാരിച്ചിട്ട് ആ കുട്ടി പോയായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ കടയിലാണെങ്കിൽ ഇല്ലാത്ത കടികളൊന്നുമില്ല. എല്ലാ കടിയും നമ്മൾ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴംപൊരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉള്ളിവട ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാത്തിനും ഓക്കെ, ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ മൂന്നാറിലേക്കുള്ള ഒരു വലിയ യാത്ര, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറാണ് നമുക്ക് ഇവിടേക്ക് വേണ്ടി വന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴക്കാരും ഒരു ചെറിയ കോടയും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറക്കാട്ട് റിസോർട്ടിലേക്കാണ് വന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു അറിവേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇറങ്ങുന്ന ഈ ഒരു സ്ലോപ്പിൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടം, ഭയങ്കര വലിയ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ നാട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. ഇവിടെ ഒന്നും ഇങ്ങനൊരു മലയോ കുന്നോ ഒന്നുമില്ല. ഇപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക്, മൂന്നാറുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ബീച്ച് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഭയങ്കര അത്ഭുതമായിരിക്കും അവർക്ക് അല്ലേ. ബീച്ച് കാണുമ്പോൾ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, വയനാടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ബീച്ച് അത്രയും ആസ്വദിക്കുന്നത്. നമുക്ക് പക്ഷേ ബീച്ചിനോടൊന്നും ഒരു വിലയില്ല. അതേപോലെ നമുക്കിതൊക്കെ ഇവിടേക്കൊക്കെ വന്നാലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. സോ നമ്മളിവിടേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കിത് ഭയങ്കര ഇറങ്ങുമ്പോൾ തന്നെ സൂപ്പർ വാവ് അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ സൈഡിലൊക്കെ ആയിട്ടും. അമ്മയ്ക്കാണെങ്കിൽ കൂടുതൽ അതൊക്കെ ആസ്വദിക്കുക, പൂക്കൾ, ഓരോ പൂവിൻ്റെ ഭംഗിയും എടുത്തെടുത്ത് ആസ്വദിക്കുന്ന ആളാണ് നമ്മുടെ സീതമ്മ. അപ്പം നമ്മൾ ചെന്ന പാടെ തന്നെ അവിടെ ഓൾറെഡി ഇപ്പം നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം വെക്കേഷനുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ അവർ വെൽക്കം ചെയ്യും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ സെറ്റാണ്. സോ നമ്മളിതേ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. വെൽക്കം ടു പറക്കാട്ട്. താങ്ക് യു. ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ പറക്കാട്ട് റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അയ്യടാ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് അടിക്കും. അത് എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടേക്ക് പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അടിപൊളി സെറ്റപ്പാണ്. എല്ലാം അതെടുത്ത് പറയണത് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറിൻ്റെ ഒരു ഭംഗിയുടെ നടുവിലാണ്, അതിൻ്റെ നടുവിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത നല്ല രീതിയിലുള്ള കുറേ ഒരു നിമിഷങ്ങൾ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 days ഇവിടെ സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിക്കാൻ പോണത്. നമ്മുടെ ഇതിൽ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദനമൊക്കെ തൊട്ട് ഭയങ്കര രാജകീയമായിട്ടാണ് വരവേക്കുന്നത്. പിന്നെ നമുക്കുള്ള 2 റൂം തന്നിട്ടുണ്ടായിരുന്നു. ഒരു റൂമിൽ
ഒരു 2 റൂം വെച്ചിട്ടുള്ളൊരു വലിയൊരു റൂമാണ്. അതിൽ 2 റൂമുണ്ട് സെപ്പറേറ്റ്ലി, പിന്നെ ഒരെണ്ണം വേറെ ഒരെണ്ണം, അങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഓരോ റൂംസായിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് കാണിച്ചു തരണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ റൂം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് കുട്ടി നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 റൂമാണുള്ളത്. അതിലൊരു റൂം ഇതാണ്, ബാക്കി 2 റൂം എല്ലാതും നല്ല അടിപൊളി റൂമുകളാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ തണുപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് ഇപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് 2 പേർക്ക് കിട്ടിയിട്ടുള്ള റൂം ഇതാണ് കേട്ടോ. 3 റൂംസ് ഉണ്ട്. അതിൽ ഒരു കൊട്ടാരത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ 2 റൂമുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇതൊക്കെ വർത്താനം പറയാൻ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു നമുക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മളെ ഒരു മൂടെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ ആളാണെങ്കിൽ അടിപൊളി. പിന്നെ ഇതിൻ്റെ ടൈൽസ് ആണെങ്കിൽ കിടക്കാച്ചി. അപ്പൊ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ബാത്റൂം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ റൂമിലുള്ള ബാത്റൂമിന്റെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റൂം ഈ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടില്ലേ, ഈ ഹണിമൂൺ കപ്പിൾസിലൊക്കെ അടിപൊളിയായിട്ട് വെക്കുക. അപ്പൊ അത് നമ്മൾ താമര ഇതൊക്കെ വെക്കില്ല കേട്ടോ. ഹംസം, 2 ഹംസത്തിനൊക്കെ വെക്കില്ലേ, റോസാപ്പൂക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യില്ലേ, അതേപോലെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഒരു കുഞ്ഞു റൂമാണെങ്കിലും നല്ല റൂമാണ് കേട്ടോ. കാണാനായാലും അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഈ റൂം നമ്മുടെ അച്ഛനമ്മയ്ക്കും കൊടുത്തിരിക്കുകയാണ്. അച്ഛനമ്മയ്ക്കും ഈ റൂം കൊടുത്തു. TV ഒക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് റൂം കാണിക്കുമ്പോ റിമോട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് സെക്കൻഡ് റൂം. ഈ റൂം ആ റൂമിനേക്കാ സംബന്ധിച്ച് എന്തിന്റെ ഡെമോ വന്ന് കേറല് കെടുന്നത്. ഈ റൂമിലാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ബാത്റൂം നല്ല ബാത്റൂമാണ്. പിന്നെ ഈ 2 റൂമിന്റെ അതിന്റെ ഒരു ലോക്ക് ഉണ്ട്. ആണോ? സോറി ഗൈസ്, സോറി ഗൈസ്. ഈ സമയത്തുള്ളൊരു ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്നുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ചെറിയൊരു ബാൽക്കണിയാണ്. പക്ഷെ നല്ല ഇവിടെ നോക്കിയിട്ടായാലും നല്ലൊരു വ്യൂ ഉണ്ട്. നല്ല നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ നാളെ? ഇറങ്ങാലോ. നല്ല അടിപൊളി സെറ്റാണ്. തേയിലത്തോട്ടം കിടക്കാച്ചിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫുഡ് അടിക്കണം. അതാണ് മെയിൻ. ഇവിടെ പൂളൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് പൂളില്. ഇങ്ങനെ വന്നേ. നമ്മുടെ പൂളിലേക്ക് കിടക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങനെയാ? യെസ്, ദാറ്റ്സ് ഓൾ. തുറക്ക്. ലൈറ്റ്സ് ഓൺ. പറഞ്ഞാ കേൾക്കുന്ന സാധനം വേണ്ടിയല്ലേ. എവിടെ ലൈറ്റ്? ഉണ്ടാകാട്. ഓ, നമുക്ക് ഇതൊന്നും അറിയില്ല ചേട്ടാ. നമ്മള് ഈ ഇവിടേക്കൊക്കെ വരുന്നവർക്ക് ആദ്യമായിട്ടാണ്. നമ്മള് പാവങ്ങളല്ലേ. അപ്പം ഈ റൂം കുറച്ചും കൂടെ ലക്ഷറി ആണ് ഈ റൂം കേട്ടോ. ഇതിന്റെ ബെഡൊക്കെ അത്യാവശ്യം മീൻസ് 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും. പിന്നെ പറയുന്നത് എനിക്കിതാണ് വേണ്ടത്. എനിക്ക് റീല് ചെയ്യാൻ ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ബാത്റൂം നല്ല പക്ക അടിപൊളി ബാത്റൂമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് കപ്പിൾസിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കണം. മറ്റേത് ഫാമിലീസിന് ടുഗദറായിട്ട് വരുന്ന ഫാമിലിക്ക് കൊടുക്കുന്നതായിരിക്കണം ആ റൂം. അതായത് ഇപ്പോൾ 2 കപ്പിൾസ് ഒരുമിച്ച് വരികയാണെങ്കിൽ അപ്പോൾ ടീമായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അവർക്ക് അത് കൊടുക്കുമായിരിക്കും. ഇതെന്തായിട്ടത് ഇതല്ലേ അത്? ഈ സാധനമല്ല, ആ സാധനം. ഓക്കേ, ഇത് കൊള്ളാലോ. ബാത്ത് ടബ് ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ബാത്ത് ടബ് ഇരുന്നിട്ട്
ചൂടുവെള്ളം കിട്ടുന്നതിനുള്ളിൽ ഇവിടെ തണുത്തോളം പറ്റില്ല. ചൂടുവെള്ളത്തിലാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ വ്യൂ ആണ്, കിഡിലൻ വ്യൂ ആണ്. മറ്റേ 2 റൂമിൽ കുറച്ച് കുഞ്ഞു വ്യൂ ആണെങ്കിൽ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് കട്ടൻ വെച്ചിട്ട് കവറിങ് ആണ്. നമുക്ക് ഇങ്ങനെ തുറന്നു കുട്ടി താഴത്തെ ലോക്ക് മാറ്റണം. എന്നിട്ട് വിളിച്ചോ. ഇരുട്ടായോണ്ടായിട്ടൊന്നും കാണാത്തത്. ഇവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കണം കോടയൊന്നും അധികം ഇല്ലാത്തത്. ഡിസംബറൊക്കെ ആയിട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കോടയായിരിക്കും കേട്ടോ. നമുക്ക് രാവിലെ വൈബ് ചെയ്യാം. അപ്പം എന്തായാലും നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകണം. എല്ലാവിധ സൗകര്യങ്ങളും ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. റൂംസൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇനി ഞങ്ങൾ നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ച് നേരം അവിടെ പോയിട്ട് ചില്ലടിക്കട്ടെ. ഞങ്ങൾ ആ റൂമിലേക്ക് ചെല്ലാന്ന് പറഞ്ഞു. ഈ റൂം ഇപ്പോൾ ഞങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ റൂമിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. വെച്ചാൽ അവർക്ക് വേറൊരു മൂഡ് തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റൊക്കെ കൊണ്ട് നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് ഈ ഒരു റൂമിലാണ് എല്ലാവരുമായിട്ട് ഇരുന്ന് കുറേ നേരം സംസാരിച്ച് കളിച്ചൊക്കെ ഇരുന്നത്. ഇവിടെ നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നല്ലാണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടും ഭയങ്കര റിലാക്സ് ആയിട്ടൊന്ന് സ്റ്റേ ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് നാളെയാണ് നമ്മളിവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ഇവിടെ കുറേ കാണേണ്ട കാഴ്ചകളും കുറേ എൻജോയ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നാളെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര യാത്ര ചെയ്ത് വന്ന് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കത്രേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയി നമുക്കിത് കൊടൈക്കനാലൊക്കെ ആയാലും പോയി നമ്മൾക്കിത് വാവ് അങ്ങനെയാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയണത് അവർക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സാണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാ മക്കളും അങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ അച്ഛനമ്മമാരെ ഹാപ്പിയാക്കാം. നമ്മൾക്ക് വേണ്ടിയില്ല അവർ ഇത്രയും കാലം ജീവിച്ചത്. ഇന്ന് നമുക്ക് കുറച്ചൊക്കെ അവരെ ഹാപ്പിയാക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിപ്പോഴാണ് ഈ ഒരു തോട്ട് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ. അതായത് അച്ഛനമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി. ഇപ്പോൾ നമുക്കൊരു സ്ഥിതി നമുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹാപ്പി ആക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ നാളെ ഈ കാണുന്ന പിള്ളേർ നമുക്കും ചെയ്യും. ആ ഒരു ബോധം ഞങ്ങൾക്ക് നല്ല പോലെ ഉണ്ട്. പക്ഷേ മക്കളെ കണ്ട് മാമ്പൂ കൊണ്ട് നമ്മൾ കൊതിക്കരുത്. എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ. നമ്മളെ കണ്ടല്ലേ നമ്മളെ മക്കൾ പഠിക്കുന്നത്. നമ്മളപ്പോൾ അതേ ഫുഡിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ അവരിപ്പോൾ റെസ്റ്റോറൻറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അച്ഛന് ചെറിയൊരു സർപ്രൈസിന് ജസ്റ്റ് ഒരു കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ. സാധനമൊക്കെ അറേഞ്ച് ചെയ്യാൻ അവർ പോയിട്ടുണ്ട്. പാറും കീത്തും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാം. എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊന്നും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റംസ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫുഡിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രാൻഡാണ്. ഒരു രാജകീയമായിട്ട് ഉള്ള സംഭവമാണ്. ഭയങ്കര ലക്ഷറിയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യാം. കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെന്ന് പറയുന്നത് തേയിലത്തോട്ടാണ്. നല്ലൊരു മൂന്നാർ അറിയാലോ, നല്ല തണുപ്പും നൈസ് ആംബിയൻസാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണാത്തിട്ട്. അപ്പോൾ നമ്മളിതേ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്നല്ല, ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ചായയും പിന്നെ എന്താ പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസും നല്ല എരിവാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാലോ. പ്രതീക്ഷിച്ചതിനേക്കാളും നൈസാണ് സ്ഥലം, റൂമും ഒക്കെ നൈസാണ്. നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നാളെ നമ്മൾ ഇവിടുത്തെ വന്നതിന്റെ കുറച്ച് ക്ഷീണം ചായ കുടിക്കട്ടെ. നല്ല രീതിക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. നാളെ എന്തായാലും സെറ്റായിരിക്കും. അപ്പോൾ നമ്മളിതേ ഫ്രഞ്ച് ഫ്രൈസും ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സമയം പിന്നെയും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും അടുത്ത ഫുഡ് നമ്മൾ ഓർഡർ കൊടുത്തു കേട്ടോ. കാരണം ഇവിടെ 9:45 വരെയാണ് ഉള്ളത്. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും. അപ്പോൾ അങ്ങനെ വിചാരിച്ചു നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ടയേർഡായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമില്ല. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വന്നത്.
അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ റൂംസും ആ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോഴായാലും ഭയങ്കര ഹാപ്പിയായി. ഇത് നമുക്ക് നമ്മുടെ കുട്ടച്ഛന് നല്ല രീതിയിലൊരു സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിങ് ചെയ്യണം. നമ്മൾ വലിയ രീതിയിലൊന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല, കാരണം ലൈറ്റായിട്ട് അച്ഛന് ഒരു ചെറിയൊരു സർപ്രൈസ് വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ ചോദിച്ചപ്പോൾ അപ്പോൾ നമ്മൾ വേഗം തന്നെ സെറ്റായി തരാമെന്ന് പറഞ്ഞു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കേക്ക് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വരുന്ന വഴിക്ക് അങ്ങനത്തെ ബേക്കറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഒന്നും കണ്ടില്ല കേട്ടോ. കാരണം നമ്മുടെ റോഡ് പണി നടക്കുകയാണ്, പിന്നെ നമുക്ക് വഴികൾ അറിയില്ല. എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് നിർത്തി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ നന്നായത് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടെത്തി പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നിട്ട് നമുക്ക് സാധനം കിട്ടുന്നു. ഇവരിവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാരണം ഇവിടെ എല്ലാത്തിനും ഉള്ള സ്റ്റെപ്പുകളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ഏറ്റവും മുകളിലെ പാലിക്കണിയിൽ സെറ്റാക്കി തരാമെന്ന് ഓക്കെ. അപ്പോൾ അവരെങ്ങനെ നമ്മളെ സമയം കറക്റ്റ് 9 എത്താൻ പറഞ്ഞിട്ടുണ്ടാവും. കറണ്ട് ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. അച്ഛൻ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഇപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും റീനയും സിജിയും കണ്ടതൊക്കെ വിളിച്ചിട്ട് ഒരു കേക്ക് കട്ടിങ് അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പരിപാടിയായിരുന്നു. പക്ഷേ അതിനേക്കാളും നല്ല സെറ്റപ്പിലാണ് ഇവിടെ നമുക്ക് ചെയ്തത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ പിറന്നാളായാലും വെഡിങ് ആനിവേഴ്സറി ആയാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ്റെ പിറന്നാളിൽ നമ്മൾ എവിടേക്കാണ് പോയത്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് സ്പെഷ്യൽ പ്ലേസിലേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് അച്ഛൻ സർപ്രൈസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് അതിരപ്പള്ളിക്ക് പോകണം, അവിടെ കൊണ്ടുപോയി. ഈ ഒരു പിറന്നാൾ നമ്മൾ ഇവിടെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ പ്ലാൻ ചെയ്ത് ആക്കിയതായിരുന്നു ഞങ്ങൾ. അതിന് മാർച്ച് ലാസ്റ്റിലേക്കാണ് ആക്ച്വലി ഡേറ്റ് എടുത്തത്. പിന്നെ അതിച്ച് 1-ാം തീയതി തന്നെ വരാൻ പറ്റും. ചെറിയൊരു സന്തോഷമായിട്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ അപ്പം അതൊക്കെ പറയണ്ടല്ലേ, ഞങ്ങൾ അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സ് പോലെ പിന്നെ വെച്ചില്ലേ അപ്പുറത്തെ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്, പൂളിൽ കയറാം. അപ്പം എല്ലാതും നാളെ ഞാനെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാ സംഭവം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ ഫുഡ് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, പൊറോട്ടയും ബീഫ്. ഓക്കെ ഗൈസ്, ചെല്ലട്ടെ. നമ്മളപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യായിരുന്നു. അതെല്ലാം ഓർഡർ ചെയ്തു. അപ്പം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മക്കളെ വേഗം പോയി കെടുക്കണം, അച്ഛൻ ഉറക്കം വന്നിട്ട് പാടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോയി കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. പക്ഷെ അച്ഛന് ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ചെയ്യുന്നൊരു സംഭവം ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പത്തിന് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഓടിപ്പോയി നോക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്കൊന്ന് വന്നു. എന്നിട്ട് അവിടെ ജസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ അച്ഛനെ നൈസായിട്ട് ഈ ഒരു ഏരിയയ്ക്ക് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അച്ഛനൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം കുട്ടച്ഛൻ്റെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ.
അച്ഛൻ പൊന്നിന് തരാം. തരും തരും തരും. മുറിച്ചേരേ പ്ലേറ്റ് ഉണ്ടാവില്ലേ? ഞാൻ മുറിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? എന്നാ പൊന്നിസ് എടുത്തോ. ഞാൻ അല്പം പേപ്പർ ടിഷ്യൂ ഉണ്ടോ നീലെ? ഇപ്പൊ തരും. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിയുന്ന സമയത്ത് അവിടെ വേറെ കുറേ സ്റ്റേയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുഞ്ഞുകുട്ടിക്കും അവർക്കൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് അവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതിൽ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഒരു 11 മണിക്ക് ചെക്ക് ഇൻ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം മാക്സിമം ഇവിടെയുള്ള ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും. നമുക്കിവിടെ 2 ഡേയ്സ് ഉണ്ട്. അപ്പം എല്ലാ പാട്ടിലും സാധനങ്ങളുണ്ട് കളിക്കാനായിട്ടുള്ള. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ ചെയ്യുന്ന അവരാണ് കേട്ടോ. ഒരു ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ ചെന്നിട്ടാണ് പറയണത് അവരോട് ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരണമെന്ന്. പക്ഷെ അവരത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു തന്നായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുട്ടച്ചങ്ങടന്ന് ഇവിടെ ഇരിക്കും. അച്ഛൻ പറയും അച്ഛാ ഇപ്പൊ നമ്മള് അച്ഛന്റെ പിറന്നാള് ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അച്ഛൻ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? മൂന്നാറപ്പോ നമ്മള് അച്ഛന്റെ പിറന്നാള് മൂന്നാറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വേറെ സ്ഥലത്ത് പോയി ചെമ്മീൻ വീട്ടിലായിരുന്നു. ഈ പ്രാവശ്യം മൂന്നാറായി. ഹിമാലയം അച്ഛൻ്റെ അടുത്തായിരുന്നു ബാംഗ്ലൂർ. അപ്പൊ അടുത്ത പിറന്നാള് നമ്മള് ബാംഗ്ലൂര്. നോട്ടഡ് അല്ലേ? ഞങ്ങള് പറഞ്ഞത് കല്ലുമ്പക്കായില് അച്ഛൻ. പക്ഷെ അച്ഛന്റെ പിറന്നാള് നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോവാ. പോണത് അച്ഛന്റെ പിറന്നാളില്ല. അമ്മ കല്ലുമ്മക്കായ പോവും. ബാക്കിയുള്ളവരെ പിറന്നാളില് കല്ലുമ്മക്കായല് രാത്രി കഴിക്കാവും. വീട്ടിൽ കേക്ക് കട്ട്. പക്ഷെ നമ്മള് വീട്ടിലായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും സിജിയും കണ്ണനും ലീനും എല്ലാവരും പക്ഷെ അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് എല്ലാ പ്രാവശ്യം എല്ലാവരും ബർത്ത്ഡേ അങ്ങനത്തെ ആഘോഷിക്കുക. മൂന്നാറിൽ വെച്ച് നമുക്ക് ഈ മാസം ലാസ്റ്റ് വരേണ്ടതായിരുന്നു. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ അടുത്ത പിറന്നാള് വീട്ടിൽ അടിച്ചു. ആണോ? അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അച്ഛന് ഒരു നല്ല നമ്പർ ആയിരിക്കും. 65ാമത്തെ പിറന്നാള് നമ്മള് വീട്ടിൽ എല്ലാരും വിളിച്ചു. പിന്നെന്താ പത്രേ ഉള്ളൂ. ഇനി വെഡിങ് ആനിവേഴ്സറി ആണ് അടുത്തത് വരുന്നത്. ഇനി എല്ലാരും വെഡിങ് ആനിവേഴ്സറി പടക്കെ ഈ അടുത്തത് അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി. നിങ്ങളല്ല നമ്മള് കാണുന്ന വ്യൂസ് നമ്മുടെ കുട്ടച്ഛന് ഇഷ്ടമില്ലാത്തവരാരുമില്ല ഗൈസ്. കുട്ടച്ഛന്റെ ലവേഴ്സ് ആണ് എല്ലാവരും. അപ്പം കുട്ടച്ഛനും നമ്മുടെ സീതമ്മയ്ക്കും എല്ലാവരും പ്രാർത്ഥിക്കും.
അപ്പൊ ഞങ്ങളുടെ പോണത് ക്യാരംസ് ഒക്കെ കളിക്കുന്നത് പറയണ്ടായിരുന്നു. പിള്ളേരെ കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ, കാരണം കാറിൽ നിന്ന് ഫുൾ ഉറക്കം തന്നെയായിരുന്നു. കുറച്ചൊന്ന് ടയർഡ് ആയിട്ടുണ്ടെങ്കിൽ വേഗം ഉറങ്ങുന്നു. ഇവിടെ എല്ലാരും കളിക്കാട്ടോ. ഇപ്പൊ സമയം 11 മണി. പക്ഷെ ഇവിടുത്തെ കളികളൊന്നും ഞാൻ കളിക്കാറില്ല. ക്യാരംസ് അപ്പുറത്തെ കോളിൽ പോലെ ഉണ്ടെങ്കിൽ സാധനം ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിത് ക്യാരംസ് കളിക്കാൻ നിൽക്കുകയാണ്. വേറൊരു ടീം ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ഒരാൾ കുറവായപ്പോൾ നിഖിൽ കയറിയത് ക്യാരംസ് കളിക്കുകയാണ്. ഇപ്പുറത്ത് വേറൊരു അടിപൊളി കളിയുണ്ട്, എനിക്കതിൻ്റെ പേരറിയത്തില്ല. ഈ 2 ചേട്ടന്മാർ നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാനും രസമാണ്, നമുക്കിങ്ങനെ നോക്കി നിൽക്കാനും ഭയങ്കര രസമാണ്. അപ്പോൾ ഏട്ടൻ കുറേ നേരം അവിടെ നിന്നിങ്ങനെ നിരീക്ഷിക്കുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് വേണം കേട്ടോ, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്കത് കളിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ഇവർ 2 പേർക്കും നന്നായിട്ട് അറിയാം, നല്ല രസമാണ്, കാണാനും രസമാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒന്ന് കളിക്കാൻ നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഒരു സ്ഥലത്ത് എൻഗേജ്ഡ് ആയിട്ടൊന്ന് ചെയ്യാനുള്ളൊരു തരം നമുക്കില്ല. ഇപ്പോൾ അതെ പാറുട്ടൻ്റെ ഈ ഒരു സാധനത്തിൽ എന്തതിനെ പറയുക, അത് അച്ഛനും മക്കളും അതുമ്മ കയറുന്നത് കളിക്കുകയാണ്. അല്ലുട്ടാ അതെടുത്ത് വെച്ചേ, അവിടെ വെക്കിയത് അച്ഛ വെറുതെ കേട്ടോ. കടിയല്ലേ ഇപ്പൊ അലമ്പുണ്ടാവും. ചെക്കൻ മര്യാദക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ പാറുവിനെ കുറേ ഇവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പാറു ഭയങ്കര പേടിയാണല്ലോ, ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇരുന്ന് നോക്കടാ, ഇരുന്ന് പതുക്കൊന്ന് എണീറ്റാൽ മതി എന്നൊക്കെ. പക്ഷെ പാറുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടിയുടെ മോള് നമ്മുടെ അല്ലൂസിൻ്റെ കൂടെ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നാളെ നമ്മൾ അടിച്ച് പൊളിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ നൈസായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ് ഇവിടുത്തെ രാത്രി ഇങ്ങനെ വന്ന് കുറേ സ്ഥലങ്ങളുണ്ട്, നല്ല രസങ്ങൾ, റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ. പക്ഷെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കപ്പിൾസ് ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവിടെ കൂടെ ഉള്ള ആണുങ്ങൾ കളിക്കുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. അച്ഛനമ്മ ഞങ്ങളിങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഭയങ്കര ബഹളം ഞങ്ങളായിരിക്കും. ഏയ് ഗായ്സ്, അപ്പോൾ ദേ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദേ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ചെറുതായിട്ടായാലും അച്ഛന് നല്ല ഹാപ്പി ആയ രീതിയിൽ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അതേ റൂമിലെത്തി. ഈ റൂമിൽ എന്താ ചെയ്യേണ്ടത്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ രാവിലെ നേരത്തെ ഇരിക്കണം. രാവിലെ തൊട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.